ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കെല്ലാവർക്കും കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ടൈറ്റിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്താണ് കറണ്ട് എന്നുള്ള ഡെഫിനിഷൻ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ട്, അല്ലേ, വേരിങ് കറണ്ട് ആൻഡ് സ്റ്റഡി കറണ്ട്, അല്ലേ, അതൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് കൂടുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. കറണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് മോഷൻ ഓഫ് ചാർജസ് ആയിരുന്നു. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കേപ്പബിൾ ഓഫ് മൂവിങ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇപ്പോൾ കണ്ടക്ടറിനകത്ത് മൂവ് ചെയ്യാൻ അനുവദനീയപ്പെട്ട ഇലക്ട്രോൺസുകളെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കണ്ടക്ടറിലും കറണ്ട് ആവേണ്ടതല്ലേ? ചാർജുകളുടെ മൂവ്മെൻറ്റിനാണ് കറണ്ട് എന്ന് പറയുമ്പോൾ കണ്ടക്ടറിൽ സാധാരണ രീതിയിൽ കറണ്ട് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു മെറ്റലിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ, ആ മെറ്റൽ സ്കെയിലിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്കെയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈവൻ ദോ ദർ ആർ ലോഡ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ, ദർ ഈസ് നോ കറണ്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ ജനറലി? സാധാരണ രീതിയിൽ എല്ലാ കണ്ടക്ടറിലും ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ കറണ്ട് ഉണ്ടാവുന്നില്ല. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നോക്കി നോക്കൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടക്ടർ പരിശോധിക്കാം. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആനിമേഷൻ, ഒരു മിനിമം ലെവലിലുള്ളൊരു ആനിമേഷൻ നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ നോക്കി നോക്കൂ. ഇവിടെ ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് കാണും. ആ ചുവന്ന നിറത്തിലൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്, മഞ്ഞ നിറത്തിലൊക്കെ അയോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് കണ്ടക്ടറിൽ പല ഡയറക്ഷനിൽ, റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയോൺസുമായിട്ട് കൂട്ടിയിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോൺസ് ബാക്ക് ചെയ്യുന്നു. ബോൺസ് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യണത്, അത് ബോൺസ് ചെയ്യണത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഈ ഇലക്ട്രോണുകളുടെ വെലോസിറ്റി U1, U2, U3 അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി ആണെങ്കിൽ അത് റാൻഡമായിട്ട് മൂവ് ചെയ്യുക തന്നെ അതിൻ്റെ ആവറേജ് വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് 0 എന്ന് കിട്ടും. നിങ്ങൾ ആനിമേഷനിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആനിമേഷനിൽ നിങ്ങൾ മനസ്സിലാക്കിയത് ഇലക്ട്രോണുകൾ റാൻഡം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾ പോസിബിൾ വെലോസിറ്റീസ് വിത്ത് ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. അയോൺസുമായിട്ട് കൊളൈഡ് ചെയ്യാം, ഇലക്ട്രോണുകൾ പരസ്പരം കൊളൈഡ് ചെയ്യാം. അപ്പോൾ അയോൺസുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ബോൺസ് ബാക്ക് ചെയ്യണത് വേറൊരു ഡയറക്ഷനിലാവാം, അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലേക്കായിരിക്കാം ബോൺസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ആ ഇലക്ട്രോണുകൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റ് മാത്രമേ ഇവിടെ കാണിച്ചുള്ളൂ. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് ആ എല്ലാ ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റും കൂടി പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ U1 എന്ന് പറയുന്ന വെലോസിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് -U1 എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടാവാം. U2 എന്ന് പറഞ്ഞ വെലോസിറ്റി ഓപ്പോസിറ്റായിട്ട് -U2 ഉണ്ടാവാം. അപ്പോൾ എല്ലാ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ n നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു വെലോസിറ്റി വരികയാണെങ്കിൽ ടോട്ടൽ വെലോസിറ്റി ആഡ് ചെയ്യുമ്പോൾ തന്നെ 0 കിട്ടില്ലേ? സോ ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ആവറേജ് വെലോസിറ്റി 0 ആയി മാറുന്നാൽ നെറ്റ് വെലോസിറ്റിയാണ് 0 ആയത്. വിച്ച് മീൻസ് ഈവൻ ദോ ദ ഇലക്ട്രോൺസ് ആർ മൂവിങ്, നെറ്റ് വെലോസിറ്റി ബിക്കംസ് 0. അപ്പോൾ നെറ്റ് വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചാർജസ് സിംസ് ടു ബി അറ്റ് റെസ്റ്റ്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഈവൻ ദോ ദർ ആർ ലോഡ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ, ദർ ഈസ് നോ കറണ്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ ജനറലി. സാധാരണ രീതിയിൽ കണ്ടക്ടർ കറണ്ട് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് കണ്ടക്ടർ കറണ്ട് ആവാതിരിക്കില്ല? കാരണം ആൻസർ ഇതാണ്. ഇൻ എ കണ്ടക്ടർ ദർ ആർ ലോഡ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, they are moving randomly inside the conductor. Randomly means with all possible velocities in all possible directions. So there is a possibility to have opposite velocities for each and every electron. ഇപ്പോൾ ഓരോ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിക്കും മറ്റൊരു ഓപ്പോസിറ്റ് വെലോസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എല്ലാ വെലോസിറ്റിയും ആഡ് ചെയ്യുമ്പോൾ നെറ്റ് വെലോസിറ്റി 0 ആവുന്നു. അതുകൊണ്ട് നെറ്റ് വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു അസംഷനിലെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് നോ കറണ്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ. അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് നോക്കിയോക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആനിമേഷൻ തന്നെ ഒന്നും കൂടി കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രോണിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇലക്ട്രോണിനെ മാത്രം പരിഗണിച്ച്, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഇലക്ട്രോണിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ ആനിമേഷൻ ഒന്നും കൂടി കാണിക്കുകയാണ്. ഈ ഒരു ഇലക്ട്രോൺ നോക്കിയോ, ഈ ഇലക്ട്രോൺ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നു.
അയോൺസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്യുമ്പോൾ ഏകദേശം അതേ വെലോസിറ്റി തന്നെയാണ് എന്ത് ചെയ്യണത്, അത് തെറിച്ച് പോകുന്നത്, റീബൗണ്ട് ചെയ്യണത്. പക്ഷേ മറ്റു ഡയറക്ഷനിലാവാം അല്ലേ. ഇനി ഇവിടെ പല പല ഡയറക്ഷനിലാണ് വരുന്നതുകൊണ്ടാണല്ലോ ആ ഒരു ഇലക്ട്രോൺ മാത്രമേ നമ്മൾ പരിഗണിച്ചുള്ളൂ. എല്ലാ ഇലക്ട്രോണുകളും വരുമ്പോഴാണ് വീണ്ടും നെറ്റ് വെലോസിറ്റി 0 ആയിട്ട് നമ്മൾ മാറുന്നത്. ഇനി ഇവിടെ ഈ ഇലക്ട്രോണുകളെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആക്കുകയാണെങ്കിൽ പല ഡയറക്ഷനിൽ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രം ആക്കുകയാണെങ്കിൽ നമുക്കവിടെ കറണ്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആക്കാൻ പറ്റുക? ഇലക്ട്രോണുകൾ ഇങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് പുറമേ നിന്ന് ഒരാളുടെ സഹായം ആവശ്യമാണ്. കണ്ടക്ടറിനകത്താണ് ഇലക്ട്രോണുകൾ റാൻഡമായിട്ട് മൂവ് ചെയ്യണത്. ആ ഇലക്ട്രോണുകൾക്ക് റാൻഡമായിട്ട് മൂവ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് തെർമൽ എനർജിയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള അതിൻ്റെ തെർമൽ എനർജി ഉപയോഗിച്ചാണ് റാൻഡമായിട്ട് എന്ത് ചെയ്യണത്, മൂവ് ചെയ്യണത്. അങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന എല്ലാ പോസിബിൾ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നെറ്റ് വെലോസിറ്റി 0 ആവാതിരിക്കുകയുള്ളൂ. നെറ്റ് വെലോസിറ്റി 0 ആവാതിരുന്നാൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? അതിന് വേണ്ടിയിട്ട് നോക്കി നോക്കൂ. പുറമേ നിന്നൊരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തു. പുറമേ നിന്ന് വോൾട്ടേജ് സോഴ്സ് കൊടുക്കാൻ പറയുമ്പോൾ കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ പോസിറ്റീവും മറ്റേ എൻഡിൽ നെഗറ്റീവും വരുത്ത രീതിയിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സിൽ കണക്ട് ചെയ്തു. മേ ബി സെല്ലാവാം. ഇപ്പോൾ ഒരു സെല്ലിലേക്ക് അല്ലെങ്കിൽ ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനൽ മറ്റേ എൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇവിടെ നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ കണക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ടാവും. ആസ്യുനോ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് അങ്ങോട്ടാണ്? പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക്. ഇപ്പോൾ കൊടുത്തത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. മുമ്പ് ഉണ്ടായിരുന്നില്ല ഇലക്ട്രിക് ഫീൽഡ്, നമ്മളിപ്പോൾ കൊടുത്തത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ ദർ വിൽ ബി എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് അല്ലേ. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, F = QE ആണ്. സോ ഹിയർ വി ഹാവ് അപ്ലൈഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രോണുകൾ മുഴുവൻ ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്ന ചാർജുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒന്നുണ്ടാവും ദർ വിൽ ബി എ ഫോഴ്സ്. F = QE എന്ന് പറയുന്ന ഫോഴ്സ്. ഇവിടെ Q ഇലക്ട്രോണിൻ്റെ ചാർജാണ്, -E ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. സോ F - E എന്ന് പറയുന്നൊരു ഫോഴ്സ് വരും. ഓരോ ഇലക്ട്രോണിൻ്റെ മുകളിലും F -e -E എന്ന് പറഞ്ഞ ഫോഴ്സ് വരും. ആ നെഗറ്റീവ് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ദ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ്സ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാം? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് അങ്ങോട്ടാണ് മൂവ് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്നും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഓപ്പോസിറ്റ് ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണുകൾക്കൊക്കെ എന്താ സംഭവിക്കുക? ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണുകൾ എല്ലാം തന്നെ എങ്ങോട്ട് മൂവ് ചെയ്യും? നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, ഇലക്ട്രോണുകൾ എല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ആ ഡയറക്ഷൻ ഏതിന് ഓപ്പോസിറ്റ് ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. നേരത്തെ റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോണുകൾ മുഴുവൻ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആയി മാറും. ആ ഡയറക്ഷൻ ഏതാണ്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ്. നോക്കിയോ, ഇതാണ് മൂവ്മെൻറ്റ്. സോ നിങ്ങൾക്ക് മനസ്സിലായേണ്ട എല്ലാ ഇലക്ട്രോണുകളും ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ കറണ്ട് ഉണ്ടായത് ആരുടെ മൂവ്മെൻറ്റ് കൊണ്ടാണ്? ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കറണ്ട് എടുക്കാറ്, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണല്ലോ ഈ മൂവ്മെൻറ്റ് ആയത്. സാധാരണ രീതിയിൽ നമ്മൾ കറണ്ട് എടുക്കാറുള്ളത് ഇലക്ട്രിക് ഫീൽഡിനെ അതേ ഡയറക്ഷനിൽ ചാർജുകൾ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. Thus, in a conductor, there is no net flow of charge in any direction and the current is 0 in the absence of an external electric field. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ കണ്ടക്ടർ എന്തുണ്ടാവുന്നില്ല? കറണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ആ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത് നമുക്ക് പുറമേ നിന്ന് വോൾട്ടേജ് സോഴ്സ് ആവാം. അത്തരം വോൾട്ടേജ് സോഴ്സുകൾ നമ്മൾ സെല്ലെന്ന് വിളിക്കും, ബാറ്ററി എന്ന് വിളിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാഠത്ത് പഠിക്കാനുണ്ട്. ഇപ്പോൾ മനസ്സിലായ കാര്യം, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ടറിൽ ഒരു കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണ്? ചാർജുകളുടെ മൂവ്മെൻ്റ് ആണ്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്ത് പരിഗണിച്ചത്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് ഇലക്ട്രോണിക് കറണ്ട് എന്ന് വിളിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളത്
സാധാരണ രീതിയിൽ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ കറണ്ട് എന്ന് പറയാറുള്ളത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് അല്ല. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആണ്. അത് പോസിറ്റീവ് ചാർജുകൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ് ഈസ് ടേക്കൺ ആസ് ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ടേക്കൺ ആസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കറണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവെൻഷണൽ കറണ്ടാണ്. കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുകളുടെ മൂവ്മെൻ്റ് ആണ്. നമ്മൾ കണ്ടത് നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക പോസിറ്റീവ് ചാർജുകളുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് മൂവ് ചെയ്തെങ്കിൽ പോസിറ്റീവ് ചാർജുകൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ചാർജുകളുടെ മൂവ്മെൻറ്റിനെ ആണ് നമ്മൾ വിളിക്കുന്നത് കൺവെൻഷണൽ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോണിക് കറണ്ട്, വിച്ച് മീൻസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്തെടുക്കാറുള്ളത് കൺവെൻഷണൽ കറണ്ട് എടുക്കാറുള്ളത്. ആക്ച്വലി മൂവ് ചെയ്യണത് ഇവിടെ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ് ചാർജുകളായ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ എടുക്കാറുള്ളത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കാറുള്ളത്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ. ആംബിയർ എന്ന് പറയുമ്പോൾ അത് 1 coulomb per 1 second ആണ്. അതിന് ഇക്വേഷൻ കിട്ടുന്നത് കറണ്ട് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. I = Q/T ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് കറണ്ട് അല്ലേ, മുമ്പ് പറഞ്ഞതാണ്. I = dQ/dt ഇൻ ദ കേസ് ഓഫ് വാരിയിങ് കറണ്ട്. അപ്പോൾ ഇവിടെ ആ Q/T എന്നുള്ള ഇക്വേഷനിൽ Q 1 coulomb, T 1 second. So 1 ampere = 1 coulomb per 1 second. അതിനാണെങ്കിൽ നമുക്ക് എങ്ങനെ ആംബിയർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? The current through a conductor is said to be 1 ampere when a charge of 1 coulomb is flowing in 1 second. ഒരു കണ്ടക്ടർ കൂടി 1 സെക്കൻഡിൽ 1 coulomb ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ then that current is taken as 1 ampere. So 1 ampere is defined as that current which is contributed by the flow of 1 coulomb of charge in 1 second. Now, next we will discuss about Ohm's law. Ohm's law is the basic law in electrodynamics or current electricity. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ബേസിക് ലോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കുളംസ് ലോ ആയിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ബേസിക് ലോ നമ്മൾ ആദ്യം പറഞ്ഞത് കുളംസ് ലോ ആയിരുന്നു. ദെൻ നമ്മൾ ഗോസ് ലോ അല്ലെങ്കിൽ ഗോസ് തിയറം പറഞ്ഞു. ഇവിടെ ഇലക്ട്രോഡൈനാമിക്സ് ഓർ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ ഓംസ് ലോ ആണ്. ഓം എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരെന്നാണ്. അദ്ദേഹം ജോർജ് സൈമൺ ഓം ആണ്. ശ്രദ്ധിക്കേണ്ട പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ GEORG ആണ് എഴുതാറുള്ളത്. ജോർജ് എന്നല്ല, ജോർജ് സൈമൺ ഓം. ബേസിക്കലി ഇദ്ദേഹം ഒരു അധ്യാപകനായി വർക്ക് ചെയ്തിരുന്നു. ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യനും ഫിസിക്സൊക്കെയാണ്. അധ്യാപകനായി ജോലി ആരംഭിക്കുകയും അതിനുശേഷം അലസാൻഡ്ര വോൾട്ട അദ്ദേഹം സെല്ല് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് സെല്ലുകളുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തുകയും ആ ഗവേഷണത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയത് ഒരു കണ്ടക്ടറിൽ കൂടി കടന്നു പോകുന്ന കറണ്ടിൻ്റെയും ആ കണ്ടക്ടറിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു. സോ ആ റിലേഷൻഷിപ്പാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയപ്പെടുന്നത്. Now, what do you mean by Ohm's law? Ohm's law states that at constant temperature, the current flowing through a conductor is directly proportional to the potential difference between its ends. That is, I proportional to V, or V is equal to IR, where R is a constant called resistance of the conductor. Resistance is an opposition offered by the conductor to the flow of charge. The SI unit of resistance is ohm. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. എന്താണ് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യണത്? ഒരു കണ്ടക്ടറിനെ അക്രോസ് ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുക. നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ കൃത്യമായി പഠിച്ചാണല്ലേ. അപ്പോൾ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ആനിമേഷനിൽ വൺ സൈഡിൽ പ്ലസും മറ്റു സൈഡിൽ മൈനസും വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നതെന്നും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കറണ്ട് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ പ്ലസും മറ്റു സൈഡിൽ മൈനസും വരുമ്പോൾ ഒരു സൈഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റേ സൈഡ് നെഗറ്റീവ് പൊട്ടൻഷ്യലായി.
ഒരു കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റേ എൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യലും ആകുമ്പോൾ ആ രണ്ട് എൻഡുകൾ തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. രണ്ട് എൻഡിലും പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, രണ്ട് എൻഡിൽ നെഗറ്റീവ് ആണെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഒരു എൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റേ എൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യലും ആകുമ്പോൾ അവിടെ എന്തായി, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇപ്പോൾ കറണ്ട് ഉണ്ടാവുന്നത് ആക്ച്വലി. വിച്ച് മീൻസ് എപ്പോഴാണ് ഒരു കണ്ടക്ടർ കറണ്ട് ഉണ്ടാവുക, ഒരു കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവണമെങ്കിൽ there should be a potential difference. ഇവിടെ ചോദിക്കാൻ സാധിക്കുന്ന ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്നതായിരിക്കും. ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു കാക്കയ്ക്ക് അല്ലെങ്കിൽ ഒരു ബേർഡിന് ഷോക്ക് അടിക്കുന്നില്ല. എ ബേർഡ് സിറ്റിംഗ് ഓൺ ഇലക്ട്രിക് ലൈൻ ഡസൻ ഗെറ്റ് ഷോക്ക്ഡ്. വൈ? എന്താ കാരണം? ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പക്ഷിയുടെ രണ്ട് കാലുകളും സെയിം ലൈനിലാണ്, ഒരേ വയറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പക്ഷിയുടെ രണ്ട് കാലുകളും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ പറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പക്ഷിയുടെ ശരീരഭാഗമോ അല്ലെങ്കിൽ കാലോ ചിറകോ എന്തെങ്കിലുമൊക്കെ തൊട്ടപ്പുറത്തുള്ള ലൈനിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. സോ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ബേർഡിന് ഷോക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ ഒരു ബേർഡ് ഇരിക്കുകയാണെങ്കിൽ ആ ബേർഡിന് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയില്ല. കാരണം അതിൻ്റെ രണ്ട് കാലുകളും അല്ലെങ്കിൽ ശരീരം മൊത്തം ഒരു ലൈനിലായതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. എപ്പോഴാണോ മറ്റൊരു ലൈനിലേക്ക് ടച്ച് ചെയ്യുന്നത് അപ്പോഴേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ട് ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. സോ അങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് വിചാരിക്കും. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഓം കണ്ടെത്തിയ എന്താണ്? അദ്ദേഹം കണ്ടെത്തിയത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ടും കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. വിച്ച് മീൻസ് കറണ്ട് പാസിങ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ദ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുള്ള വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കറണ്ടിൽ മാറ്റം ഉണ്ടാവുന്നു. അത് ഒരു കാര്യം കൂടി നോട്ട് ചെയ്തു. എന്താ നോട്ട് ചെയ്തത്? ആദ്യം പറയുന്ന ക്ലോസാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. എന്താണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂം ടെമ്പറേച്ചറിലാണ് വിചാരിക്കും. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ആ കണ്ടക്ടറിനകത്തെ ഇലക്ട്രോൺസിന് റൂം ടെമ്പറേച്ചറിൽ നിന്ന് കിട്ടുന്ന തെർമൽ വെലോസിറ്റി കൊണ്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേസമയം നമ്മളതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോൺസിന് കിട്ടുന്ന തെർമൽ എനർജി മാറ്റം വരും. അത് കൂടുതൽ റാപ്പിഡായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൂടുതൽ മൂവ് ചെയ്യത്. അപ്പോൾ കൂടുതൽ മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ കൊളൈഡ് ചെയ്യും, കൂടുതൽ കൊളീഷൻസ് സംഭവിക്കും. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ മാറ്റുമ്പോൾ കണ്ടക്ടറിനെ ചൂടാക്കുകയോ അല്ലെങ്കിൽ തണുപ്പിക്കുകയോ ചെയ്യുമ്പോൾ അപ്പോഴുണ്ടാവുന്ന കറണ്ട് വ്യത്യസ്തമാണ്. ഈ വി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലെങ്കിൽ ഐ പ്രൊപ്പോർഷണൽ ടു വി എന്ന് പറയുന്ന ലോ എപ്പോൾ മാത്രമേ ഒബേ ചെയ്യുന്നുള്ളൂ? അത് പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം. സോ ഓംസ് ലോയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്താണ്? ഐ പ്രൊപ്പോർഷണൽ ടു വി അല്ലെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അക്രോസ് ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ അല്ലെങ്കിൽ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദ കണ്ടക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ബേസിക്കുള്ള കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ ഈ ലോ വയലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓംസ് ലോ ഈസ് നോട്ട് എ ബേസിക് ലോ. ഓംസ് ലോ ബേസിക് ലോ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓംസ് ലോയിൽ കണ്ടീഷൻ ഉണ്ട്. അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഓംസ് ലോ എന്ത് ചെയ്യുള്ളൂ? ഒബേ ചെയ്യുന്നുള്ളൂ. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഓംസ് ലോയിൽ വയലേഷൻ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ പറഞ്ഞു. വി പ്രൊപ്പോർഷണൽ ടു ഐ പറയുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ആർ. സോ ഇക്വേഷൻ മാറുന്നു. വി ഈസ് ഈക്വൽ ടു ഐ ആർ വേർ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് കാൾഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രതിരോധമാണ്. റെസിസ്റ്റൻസ് ഈസ് ദ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് ചാർജ്. കണ്ടക്ടറിനുള്ളിലൂടെ ചാർജിനെ ഫ്ലോ ചെയ്യാൻ കണ്ടക്ടർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാർജുകളുടെ മൂവ്മെൻറ്റിനെ കണ്ടക്ടർ നന്നായിട്ട് എതിർക്കുകയാണെങ്കിൽ
ആ കണ്ടക്ടറിലൂടെ കുറച്ച് ചാർജുകൾ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ, കുറച്ച് കറണ്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് കൂടുതൽ എതിർക്കുകയാണെങ്കിൽ, ചാർജുകൾ മൂവ് ചെയ്യുന്നേ ഇല്ലാണ്ടെങ്കിൽ അത് കണ്ടക്ടർ ആവില്ല, അത് ഇൻസുലേറ്ററായിട്ട് മാറും. സോ ഒരു ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഇൻസുലേറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ട്രമൻഡസ് വാല്യൂ ആയിരിക്കും, വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ആ കൊടുക്കുന്ന റെസിസ്റ്റൻസ് കൊണ്ട് ചാർജുകൾ മൂവ് ചെയ്യില്ല. ചാർജുകൾ മൂവ് ചെയ്യാത്തതുകൊണ്ട് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്. നല്ലൊരു കണ്ടക്ടർ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ, നല്ലൊരു കണ്ടക്ടർ ആണെങ്കിൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വളരെയധികം കുറവായിരിക്കും. നല്ല രീതിയിലുള്ള കറണ്ടിലൂടെ കടന്നു പോകാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ദ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് ചാർജ്. ഇതിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എസ്തയുടെ യൂണിറ്റ് ഓം എന്നുള്ളതാണ്. ഓം എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ സിമ്പൽ ഒമേഗ എന്ന് പറഞ്ഞതാണ് സിമ്പൽ. ആസ് യു ക്യാൻ സി, ദിസ് ഈസ് ദ സിമ്പൽ. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഒമേഗ ഇസ് ദ സിമ്പൽ ഓഫ് ഓം. നമ്മളിപ്പോൾ ഓംസ് ലോ ആണ് പറഞ്ഞത് അല്ലേ. ഓംസ് ലോ അനുസരിച്ചിട്ട് വി എസ് ഇക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു സിമുലേഷൻ നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബിൽഡറിൻ്റെ ഫെറ്റ് എന്ന് പറയുന്നൊരു സിമുലേഷൻ പ്രോഗ്രാമാണ്. ഇതിൽ ആസ് യു ക്യാൻ സി ഹിയർ ദ ഇക്വേഷൻ വി ഇക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഈ വിയുടെയും ഐയുടെയും ആറിൻ്റെയും ഒക്കെ ലെറ്ററിൻ്റെ സൈസ് മാറും, വാല്യൂ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സൈസിൽ മാറും. അതാണ് ഒരു ആനിമേഷൻ. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 0.1 വോൾട്ടാണ് ഇപ്പോൾ നിലവിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത്. കണ്ടക്ടറിന് രണ്ട് എൻഡുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.1 വോൾട്ടാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലൂടെയുള്ള കറണ്ട് ഇപ്പോൾ 10 മില്ലി ആംപിയർ ആണ്. ഈ 10 മില്ലി ആംപിയർ കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് 0.1 വോൾട്ടും കറസ്പോണ്ടിങ് ഉള്ള റെസിസ്റ്റൻസ് 10 ഓം ആണ്. ആസ് യു ക്യാൻ സി, വി എന്ന് പറയുന്നത് വോൾട്ട് എന്ന് പറയുന്നത് 0.1 വോൾട്ടാണ്. കറണ്ട് എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആണ്. ഇത് റെസിസ്റ്റൻസ് ഈക്വൽ ടു 10 ഓം ആണ്. നമുക്ക് ഈ വോൾട്ടേജ് മാറ്റാൻ പറ്റും, റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റും. അത് മാറുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു റിലേഷനാണ് നമ്മൾ മനസ്സിലാക്കി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലേക്കാളും പ്രധാനമായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് റെസിസ്റ്റൻസ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ കണ്ടക്ടറിനുള്ളിൽ ധാരാളം കറുത്ത സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കറുത്ത സ്പോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഈ കറുത്ത സ്പോട്ടുകൾക്ക് എന്ത് സംഭവിക്കുന്നു, അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് ഉള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ ഈ വോൾട്ട് ഞാൻ അല്പം ഒന്ന് വർദ്ധിപ്പിക്കുന്നു. 0.1 വോൾട്ടിൽ നിന്നും വർദ്ധിപ്പിക്കുമ്പോൾ ആ കറുത്ത സ്പോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ എന്ത് വർദ്ധിച്ചു? കറണ്ട് വർദ്ധിച്ചു. വോൾട്ടേജ് കൂടിയപ്പോൾ കറണ്ട് വർദ്ധിച്ചു അല്ലേ. വോൾട്ടേജ് കൂടുന്ന നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. 1.5 വോൾട്ട് 0.1 വോൾട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ. ദെൻ കറണ്ടിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു. കറണ്ട് 360 മില്ലി ആംപിയർ ആയിട്ടുണ്ട് അല്ലേ. നൗ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ വർദ്ധിപ്പിക്കുമ്പോൾ കറുത്ത സ്പോട്ടുകൾക്ക്, ഇവിടെ കാണുന്ന ഈ കറുത്ത സ്പോട്ടുകൾക്ക് എന്ത് സംഭവിക്കുന്നു നോക്കൂ. റെസിസ്റ്റൻസ് കൂട്ടുന്തോറും ആ കറുത്ത സ്പോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും തൊട്ട് മുകളിലുള്ള കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും, കുറഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ഇൻക്രീസസ്, then current decreases. So resistance is the opposition offered by the conductor to the flow of current. ഇതിലൂടെയുള്ള കറണ്ടിനെ ഫ്ലോയെ എതിർക്കുന്ന സംഭവമാണ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളാണ്. അപ്പോൾ ഈ ഒരു കറുത്ത സ്പോട്ടുകൾ ഉദ്ദേശിക്കുന്ന തടസ്സങ്ങളാണെന്ന് വിചാരിച്ചോളൂ. ഈ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ചാർജിന് ഇതിലൂടെ പ്രവഹിക്കാൻ സാധിക്കുന്നില്ല, ചാർജിന് ഈസിയായിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും കറണ്ടിൻ്റെ വാല്യൂ കുറവായിരിക്കും. ഈ തടസ്സങ്ങളുടെ എണ്ണം കുറയും തോറും ചാർജിന് ഈസി ആയിട്ട് ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ചാർജ് ഈസിയായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. നമുക്കത് കുറച്ച് നോക്കാം. കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നത് കാണാൻ പറ്റും. ആ കറുത്ത സ്പോട്ടുകളുടെ എണ്ണം കുറയുന്നു, അതായത് തടസ്സങ്ങൾ കുറയുന്നു. തടസ്സങ്ങൾ കുറയും തോറും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ ആണ് നമ്മൾ ചെയ്ത മുഴുവൻ. ഇനി വോൾട്ടേജ് അല്പം ഒന്ന് കൂട്ടി, നമ്മളിപ്പോൾ ഒരു 1 വോൾട്ട് വയ്ക്കുക. ഓക്കെ, നോട്ടീസ് 1 വോൾട്ട്, 1 വോൾട്ടാണ് വെച്ചത്. ഈ 1 വോൾട്ട് ആയപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്നത് ബ്ലാക്ക് സ്പോട്ടുകൾ. ആ സമയത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അല്പം വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്തു? കറണ്ട് കുറയുന്നു.
അതൊരു റിലേഷൻഷിപ്പാണ്, V = IR നിൽക്കുന്ന റിലേഷൻഷിപ്പാണ്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾക്ക് ഒരു സിമുലേഷൻ വഴി കാണിച്ചു തരാനാണ് ഈ ഒരു സിമുലേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് കൊളറാഡോ ബിൽഡർ യൂണിവേഴ്സിറ്റിയുടെ ഫെറ്റ് എന്ന് പറയുന്നൊരു സിമുലേഷനാണ്. ഇനി നമുക്ക് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഏതെല്ലാം ഘടകങ്ങൾ സ്വാധീനിക്കുന്ന നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഫോർ ദാറ്റ് കൺസിഡർ എ റെക്ടാങ്കുലർ ബ്ലോക്ക്, എ കണ്ടക്ടർ ഇൻ ദ ഫോം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക്. ഇപ്പോൾ ഇതൊരു കണ്ടക്ടറാണ്, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ഒരു കണ്ടക്ടറാണ്, റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ഷേപ്പിൽ എടുത്തു എന്നുള്ളൂ. ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് A. ലെങ്ത് നമ്മൾ L മാർക്ക് ചെയ്തിട്ടുണ്ട്, ഏരിയ A ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇനി ഈ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകളിൽ ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു V. പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് കാണാം, ഇതാണ് പോസിറ്റീവ് സൈഡ്, ഇതാണ് നെഗറ്റീവ് സൈഡ്. ഈ രണ്ട് പോയിന്റുകൾ കിടക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V വോൾട്ട്. ദെൻ there will be a current passing through the conductor which is given by I. സോ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ഫുള്ള് വരച്ചിട്ടില്ല, ബിക്കോസ് വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് അബൌട്ട് ദ വാല്യൂസ് ഓഫ് V ആൻഡ് I. ഓക്കെ, അപ്പോൾ ക്ലോസ് സർക്യൂട്ട് വരച്ചിട്ടില്ല. അപ്പോൾ പുറമേ നിന്നൊരു വോൾട്ടേജ് സോഴ്സ് വഴിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. ഓക്കെ, അതൊന്നും വരച്ചിട്ടില്ല തൽക്കാലം. അപ്പോൾ ഈ കറണ്ട് വോൾട്ടേജ് തമ്മിലെ റിലേഷനാണ് ഓംസ് ലോ തരുന്നത്, വിച്ച് ഇസ് ഗിവൺ ബൈ V is equal to IR. ആ ഇക്വേഷൻ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഈസ് obtained as R is equal to VI. അപ്പോൾ R equal to VI എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നൗ ഇതേ കണ്ടക്ടർ, ഇതേ മെറ്റീരിയലിൻ്റെ ഇതേ ലെങ്ത്തിലുള്ള ഇതേ ഏരിയയിലുള്ള കണ്ടക്ടേഴ്സ് രണ്ടെണ്ണം എടുത്തു. അപ്പോൾ ഓൾറെഡി ഒരു കണ്ടക്ടർ എടുത്തു, അതിനോട് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ മറ്റൊരു കണ്ടക്ടറോട് വെച്ച് വിചാരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് കണ്ടക്ടർ വെച്ചു. ഒബ്വിയസ്ലി what will be the length of the conductor? New conductor L plus L equal to 2L. Area is the same. Area same തന്നെയാണ്. ആദ്യത്തെ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അപ്പോൾ അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ കണ്ടക്ടറിൻ്റെ ഈ എൻഡും അതിൻ്റെ എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വരും. നെക്സ്റ്റ് അതേപോലെ തന്നെ വേറെ കണ്ടക്ടർ എടുത്തുകൊണ്ട് ഇവിടുത്തെ പ്ലസ് വാല്യൂ ഇവിടുത്തെ മൈനസ് വാല്യൂ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വരും. സോ what will be the potential difference between the 2 points? ഈ എൻഡും ഈ എൻഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവാൻ പറ്റും. പൊട്ടൻഷ്യൽസ് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വാല്യൂ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും ആഡ് ചെയ്യുമ്പോൾ അത് ഡബിൾ ആവും. സ്വാഭാവികമായിട്ടും ഈ പ്ലസും അവസാനത്തെ ഈ മൈനസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 2V ആണ്. V plus V is equal to 2V. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെയിം മെറ്റീരിയലാണ് നമ്മൾ എടുത്തുള്ളത്. സെയിം മെറ്റീരിയൽ എടുത്തതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിനകത്ത് കൂടി കറണ്ടിന് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളുള്ളൊരു പാസേജ് നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് മാത്രമാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്. ഏരിയയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ലെങ്ത്തിൽ മാറ്റം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജുകൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. അപ്പോൾ നേരത്തെ ലെങ്ത്ത് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്, അത്രയും ലെങ്ത്തിൽ മാത്രമേ എതിർപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോയ്ക്ക് ഒരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ലെങ്ത്ത് ഡബിൾ ആയിട്ടുണ്ട്. ഏരിയ ഇസ് ദ സെയിം, ഏരിയ സെയിം തന്നെയാണ്. അപ്പോൾ ലെങ്ത്ത് ഡബിൾ ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും നോക്കൂ. കറണ്ട് സെയിം തന്നെയാണ്. എന്തുകൊണ്ടാണ് കറണ്ട് സെയിം ആവാനുള്ള കാരണം? കറണ്ട് സെയിം ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ട് കണ്ടക്ടറും ഒന്നിന് പിറകെ ഒന്നായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് വെച്ചുള്ളത്. ചാർജുകളുടെ ഫ്ലോ ഒരു കണ്ടക്ടറിലുള്ള ചാർജുകളുടെ അതുപോലെ തന്നെ എത്ര തന്നെ ആയിരിക്കും അടുത്ത കണ്ടക്ടറിൽ ഉണ്ടാവുക. ചാർജുകളുടെ ഫ്ലോ സെയിം ആണ്, കാരണം ഒരേ മെറ്റീരിയലാണ് അടുത്തുള്ളത്, ഒരേപോലത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒക്കെയാണ് ഇതിനകത്തുള്ളത്. സോ അതുകൊണ്ട് കറണ്ട് സെയിം ആണ്. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പോലെയാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് ഉള്ളത്, ഒന്നിന് പിറകെ ഒന്നായിട്ടാണ്. അപ്പോൾ ഇവിടെ കടന്നു പോകുന്ന ചാർജ് ഒരു ഭാഗത്തേക്ക് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കറണ്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കറണ്ട് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇലക്ട്രോണുകൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു പക്ഷേ ഈ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റേ കണ്ടക്ടറിലേക്ക് അതേപോലെ തന്നെ അതേ തുടർച്ചയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. വേറെ പാത്തിലേക്ക് പോകാൻ സാധിക്കില്ല, വേറെ പാത്തിലേക്ക് പോകുന്നില്ല.
അതുകൊണ്ട് തന്നെ എല്ലാ ഇലക്ട്രോൺസും ഒന്നിന് പിറകെ ഒന്നായിട്ട് മറ്റു കണ്ടക്ടറിലേക്ക് കടക്കുന്നുണ്ട്. രണ്ട് കണ്ടക്ടറിലുള്ള കറണ്ട് തന്നെയാണ്, സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഈ ഇലക്ട്രോൺസ് ഈ കണ്ടക്ടറിൽ എത്തിയിട്ട് വേറെ എവിടേക്കും ബൈഫോക്കേറ്റ് ചെയ്ത് വേറെ പാത്തിലൂടെ പാസേജിലൂടെ പോവുകയാണെങ്കിൽ കുറച്ച് മാത്രമേ ഇവിടേക്ക് വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ അതല്ല, ഇവിടെ വേറെ ഇലക്ട്രോൺസിന് പോകാൻ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കണ്ടക്ടറിന് മറ്റു കണ്ടക്ടറിലേക്ക് കടക്കുകയും അത് തുറന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. സോ കറണ്ട് റിമൈൻസ് സെയിം, കറണ്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? ന്യൂ റെസിസ്റ്റൻസ് R1 = ന്യൂ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ന്യൂ കറണ്ട്. ന്യൂ കറണ്ട് എന്നാൽ ഓൾഡ് കറണ്ട് തന്നെയാണ്, I തന്നെയാണ്. സോ 2V/I = 2RI, which means as the length doubles, resistance doubles. ലെങ്ത് ഡബിൾ ആയപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആയി. എങ്ങനെ ഇപ്പോൾ മാത്രം? പ്രൊവൈഡഡ് ദ ഏരിയ റിമൈൻസ് എ കോൺസ്റ്റന്റ്. ഏരിയ കോൺസ്റ്റൻ്റായി വെക്കുകയാണെങ്കിൽ. അപ്പോൾ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ R proportional to L. Resistance of a conductor is directly proportional to length of the conductor. Then again നമ്മൾ ഇതേ കണ്ടക്ടർ ഒന്ന് എടുക്കുന്നു. സെയിം കണ്ടക്ടറാണ്, ലെങ്ത് L ആണ്, ഏരിയ A ആണ്. നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് തന്നെയാണ്, പഴയ കറണ്ട് I തന്നെയാണ്, റെസിസ്റ്റൻസ് പഴയ തന്നെയാണ്. R = V/I. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലെങ്ത് വൈസ് ആയിട്ടല്ല സ്പ്ലിറ്റ് ചെയ്യുന്നത്, നമ്മളതിനെ അതിൻ്റെ തിക്നെസ് ആണ് കുറയ്ക്കുന്നത്. വിച്ച് മീൻസ് ഏരിയയാണ് നമ്മൾ പകുതിയാക്കുന്നത്. ലെങ്ത്ത് സെയിം തന്നെ എടുത്തുകൊണ്ട് ഏരിയ ഓഫ് പൊസിഷൻ പകുതിയാക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അർത്ഥം. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെക്ടാങ്കുലർ ബ്ലോക്ക് ഇതാണ്, പുതിയ റെക്ടാങ്കുലർ ബ്ലോക്ക് ഇതാണ്. ലെങ്ത്ത് പഴയ തന്നെയാണ്, പക്ഷേ ഏരിയ ഓഫ് പൊസിഷൻ A/2 ആയി. അങ്ങനത്തെ രണ്ട് കണ്ടക്ടറുകൾ എടുക്കുന്നു. രണ്ട് കണ്ടക്ടറുകൾ നമ്മൾ ഒന്നിന് താഴെ ഒന്നായിട്ട് വയ്ക്കുന്നു. രണ്ടിൻ്റെയും ഏരിയ പകുതിയായിട്ടുള്ള കണ്ടക്ടർ. അപ്പോൾ മൊത്തം ഏരിയ A ആണ്. രണ്ട് കണ്ടക്ടർ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏരിയ A ആണ്. പക്ഷേ രണ്ട് കണ്ടക്ടർ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് കണ്ടക്ടറും വേറെ വേറെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ട് കണ്ടക്ടർ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ഒറ്റ നാട്ട് വിചാരിക്കാം. പക്ഷേ വെച്ചാൽ ഓൾറെഡി ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്, പകുതിയായി കട്ട് ചെയ്തിട്ടുണ്ട്. നോ ഇതിലേക്ക് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു വോൾട്ടേജ് ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ, ഈ രണ്ട് കണ്ടക്ടറിലേക്കും കൂടിയാണ് നമ്മൾ വോൾട്ടേജ് ഡിഫറൻസ് കൊടുത്തുള്ളത്. ഞാൻ മുകളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഉണ്ടെങ്കിൽ കൂടി ഇത് ഈ പ്ലസ് സൈനും മൈനസ് സൈനും താഴത്തേനും കൂടി ബാധകമാണ്. ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. അപ്പോൾ മുകളിൽ കൊടുത്ത അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് താഴത്തെ കണ്ടക്ടറിനും ഉള്ളത്. രണ്ട് കണ്ടക്ടറുകൾക്കും കൊടുത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയാണ്? V തന്നെയാണ്. അപ്പോൾ പഴയ ലെങ്ത്തും പഴയ ഏരിയ ആണ് മൊത്തം എടുക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഏരിയ A/2 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഉണ്ടാവേണ്ട കറണ്ട് എത്ര തന്നെയാണ്? ആക്ച്വലി I കറണ്ട് തന്നെയാണ് വരേണ്ടത് അല്ലേ? ലെങ്ത്തും ഏരിയയും മൊത്തം പഴയ ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ കറണ്ട് ഒന്ന് തന്നെയാണോ? I ആവണം. പക്ഷെ എന്താ വ്യത്യാസമുള്ള വെച്ചാൽ ഇവിടെ ഈ കണ്ടക്ടർ സെൻറ്ററിലൂടെ കട്ട് ചെയ്തുകൊണ്ട് ഏരിയ പകുതി ആക്കിയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം I കറണ്ട് വന്നിട്ട് പകുതി കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണത് മുകളിലത്തെ ബ്ലോക്കും പകുതി കറണ്ട് താഴത്തെ ബ്ലോക്കിലൂടെയാണ്. അപ്പോൾ I എന്നുള്ളത് I/2 കറണ്ട് മുകളിലെ ബ്ലോക്കിലൂടെ ഫ്ലോ ചെയ്യും, I/2 കറണ്ട് താഴത്തെ ബ്ലോക്കിലൂടെ ഫ്ലോ ചെയ്യും. കണ്ടക്ടറിൻ്റെ പുറത്ത് എത്തുമ്പോൾ ഈ രണ്ട് കറണ്ടും കൂടി വീണ്ടും ഒന്ന് തന്നെയായി മാറുന്നു, I ആയിട്ട് തന്നെ മാറുന്നു. സോ ന്യൂ കറണ്ട് എത്ര തന്നെയാണ്? I തന്നെയാണ്. പക്ഷേ ഇവിടെ കറണ്ട് ഓരോ കണ്ടക്ടറിലൂടെ ഉള്ള കറണ്ട് വേറെ വേറെ എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ വരുന്ന കറണ്ട് രണ്ടിലൂടെയും പകുതി സ്പ്ലിറ്റ്. എന്തുകൊണ്ട് പകുതിയായിട്ട് വരാനുള്ള കാരണം? ഈക്വൽ ഷെയർ വന്നുകൊണ്ടാണ്. ഈക്വൽ ഷെയർ വരാനുള്ള കാരണം രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്, രണ്ടിൻ്റെയും ഏരിയ ആണ് മാറില്ല. ഏരിയ പകുതി, അപ്പോൾ രണ്ടിൻ്റെ ഏരിയ കോൺസെൻട്രേഷൻ പകുതി ആയതുകൊണ്ട് അതിലൂടെയുള്ള കറണ്ടിൻ്റെ ഷെയർ നമുക്ക് ഹാഫ് വേണം വിചാരിക്കാം. അപ്പോൾ രണ്ടിലൂടെയും ഹാഫായിട്ടാണ് കറണ്ട് കടന്നു പോകുന്നത് വിചാരിക്കാം. അപ്പോൾ ഈക്വൽ ഷെയർ ആയിട്ട്. അപ്പോൾ I/2 കറണ്ടാണ് മുകളിലെ ബ്ലോക്കിനുള്ളത്, I/2 കറണ്ടാണ് താഴത്തെ ബ്ലോക്കിനുള്ളത്. എന്നാലല്ലേ രണ്ട് ബ്ലോക്കും കൂടി പഴയ ബ്ലോക്ക് തന്നെ വീണ്ടും അതിനുള്ള കറണ്ട് തന്നെ വരികയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് മേ ബി ദ ന്യൂ റെസിസ്റ്റൻസ് R1? രണ്ടിലും കൊടുത്ത വോൾട്ടേജ് തന്നെയാണ്. നമ്മൾ ഒരു ബ്ലോക്കിൻ്റെ മാത്രം പരിഗണിക്കുക കേട്ടോ. ഒരു ബ്ലോക്കിൻ്റെ നേരത്തെ ഒരു ബ്ലോക്കിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 6 ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു ബ്ലോക്കിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ എന്നാൽ ഏരിയ A/2 ആയിട്ടുള്ള ഒരു ബ്ലോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ് R1. രണ്ടിനും കൂടി അല്ല, മൊത്തമല്ല, ഒന്നിൻ്റെ മാത്രം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നോക്കി നോക്കൂ. R1 = ഒരു ബ്ലോക്കിൻ്റെ വോൾട്ടേജ് V ഡിവൈഡഡ് ബൈ അതിലൂടെയുള്ള കറണ്ട് I/2. സോ 2V/I = 2R. Now the old resistance is V/I = R and the new resistance is 2V/I = 2R.
which means that resistance is inversely proportional to area. ആദ്യത്തെ കണ്ടക്ടറിൻ്റെ ഏരിയ എ ആയിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് R ആണ്. രണ്ടാമത്തെ നമ്മളെ കണ്ടക്ടറിനെ പകുതിയിൽ സ്പ്ലിറ്റ് ചെയ്തു, ഏരിയ പകുതിയാക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് റെസിസ്റ്റൻസ് ഡബിൾ ആയതായിട്ടാണ്. വിച്ച് മീൻസ് ഏരിയ പകുതിയായപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആയി മീൻസ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ മനസ്സിലാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. നമുക്ക് ഈ കാര്യങ്ങളൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. The resistance R of a conductor depends upon first factor, the length. The resistance of the conductor is directly proportional to length, that is R proportional to L. രണ്ട് കണ്ടക്ടർ ഒരേ ഏരിയയുള്ള രണ്ട് കണ്ടക്ടർ ലെങ്ത്ത് പകുതിയാകുമ്പോൾ റെസിസ്റ്റൻസ് പകുതിയാവുന്നു. R1ഉം R2. R2 എന്ന് പറയുന്നത് R1ൻ്റെ ഹാഫ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കാര്യം മനസ്സിലായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. Resistance is inversely proportional to the area of cross section A of the conductor, that is R proportional to 1/A. രണ്ട് കണ്ടക്ടേഴ്സ്, ഒന്നിൻ്റെ ഏരിയ A1, മറ്റേതിൻ്റെ ഏരിയ A2. ആദ്യത്തിൻ്റെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2. R2 എത്രയായിരിക്കും? R1നെക്കാട്ടിലും കുറവായിരിക്കും. R1ൻ്റെ ഡബിളാണ് R2 എന്നുണ്ടെങ്കിൽ, R2ൻ്റെ ഡബിളാണ് R1 എന്നെങ്കിൽ A1ൻ്റെ ഡബിൾ ആയിരിക്കണം A2. ഏരിയ ഡബിൾ ആണെങ്കിൽ റെസിസ്റ്റൻസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ A1ൻ്റെ ഡബിൾ ആണ് A2 എന്നുണ്ടെങ്കിൽ R2ൻ്റെ ഡബിൾ ആയിരിക്കും R1. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അഗെയിൻ മൂന്നാമത് കാര്യം നമുക്കറിയാം, ഓംസ് ലോ ഈസ് വാലിഡ് ഓൺലി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ ഓഫ് കണ്ടക്ടർ മാറുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറും. രണ്ട് കണ്ടക്ടർ, ആദ്യത്തെ കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്തതാണ്. ആ ഹീറ്റ് ചെയ്തതിൻ്റെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേതിനെക്കാട്ടിലും അല്പം കൂടി ഹോട്ടാണ് രണ്ടാമത്തേത്. വിച്ച് മീൻസ് ആദ്യത്തേതിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കില്ല രണ്ടാമത്തേതിൻ്റെ റെസിസ്റ്റൻസ്. കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. അപ്പോൾ കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. സോ R2 R1നെക്കാട്ടിലും കൂടുതലായിരിക്കും. നാലാമത്തെ ഫാക്ടർ, ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് മെറ്റീരിയൽ, ഇപ്പോൾ കോപ്പർ, അയൺ തുടങ്ങിയ മെറ്റീരിയലാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് പോലെ ആയിരിക്കില്ല അയണിൻ്റെ റെസിസ്റ്റൻസ്. നമുക്കറിയാം കോപ്പർ നല്ലൊരു കണ്ടക്ടറാണ്, അയൺ അത്ര തന്നെ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, അയണിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ വിച്ച് ആർ ദ ഫോർ ഫാക്ടേഴ്സ്? ഒന്ന് ലെങ്ത്ത്, രണ്ടാമത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മൂന്നാമത്തത് ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ, നാലാമത്തത് മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. നൗ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് R പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു L/A എന്നായി. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി. സോ റോ ഈസ് ദ കോൺസ്റ്റന്റ് വിച്ച് ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ റോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനാണ് കോൺസ്റ്റന്റ്. കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല അയണിൻ്റെ റെസിസ്റ്റിവിറ്റി. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻസ് അപ്പോൺ ഫോർ ഫാക്ടേഴ്സ്: ലെങ്ത്, ഏരിയ, ദെൻ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ, ദെൻ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. സോ റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓരോ മെറ്റീരിയലിലും ഓരോന്നായിരിക്കും. റോ ഈസ് എ കോൺസ്റ്റന്റ് ഫോർ കോപ്പർ, റോ ഈസ് എ കോൺസ്റ്റന്റ് ഫോർ അയൺ. അങ്ങനെ ഓരോ മെറ്റീരിയലിനും റോ എന്തായിരിക്കും? ഓരോ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. നൗ ആ ഒരു ഇക്വേഷൻ വി ഹാവ് R ഈക്വൽ ടു റോ L/A എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ ലെങ്ത്തിന് 1 കൊടുത്തു, L = 1 കൊടുത്തു, ഏരിയ = 1 കൊടുക്കുകയാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? Then the above equation becomes R equal to rho. R equal to rho എന്നായി മാറും. Which means resistivity of a material may be defined as the resistance of a particular conductor having unit length and unit area of cross section. SI unit of resistivity is ohm meter. ലെങ്ത്തിന് 1ഉം ഏരിയയ്ക്ക് 1 കൊടുക്കുകയാണെങ്കിൽ 1/1 എന്നുള്ളത് പോയിട്ട് R = റോ എന്നായി മാറും. R = റോ ആയി മാറുമ്പോൾ റോവിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ റോ ഈസ് ദ, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഈസ് ദ
റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക. റെസിസ്റ്റിവിറ്റി ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ വിത്ത് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ. എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ഓം മീറ്റർ ആണ്. കൊളറാഡോ പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഫെറ്റ് ഇൻട്രാക്റ്റീവ് സിമുലേഷനാണത്. ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻസ് അപ്പോൺ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഏരിയ ആസ് വെൽ ആസ് ടെമ്പറേച്ചർ ആൻഡ് ദ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷനാണ് R = ρL/A എന്നുള്ളത്. ഈ ഇക്വേഷനിൽ ലെങ്ത്തും ഏരിയയും എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ മാറ്റുന്നത്, റെസിസ്റ്റൻസ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡൻ്റ് ആവുന്നത് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചോളം റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അയൺ ആണെങ്കിൽ അയണിന് റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും, കോപ്പർ ആണെങ്കിൽ കോപ്പറിന് റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. സോ റെസിസ്റ്റിവിറ്റി ക്യാൻ ബി സെലക്ട്. നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് പർട്ടിക്കുലർ മെറ്റീരിയലാണെന്ന് വിചാരിക്കാം. ലെങ്ത് നമുക്ക് മാറ്റാൻ പറ്റും, ഏരിയ നമുക്ക് മാറ്റാം. നോ, ഡിഫോൾട്ടായിട്ട് റെസിസ്റ്റിവിറ്റി 0.5 ഓം സെൻറ്റിമീറ്റർ ആണ്, ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്, ഏരിയ 7.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ആസ് യു ക്യാൻ സി, ഈ ഒരു മെറ്റീരിയലിൽ ധാരാളം ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഇവിടെ ആനിമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ R = ρL/A ആയതുകൊണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ആയിട്ട് നമുക്ക് വിചാരിക്കാം. സോ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇത് R = ρL/A എന്നുള്ള ഇക്വേഷനിലെ എല്ലിയുടെ വാല്യൂ 1ഉം എയുടെ വാല്യൂ 1ഉം കൊടുക്കുമ്പോൾ R = ρ ആവും അല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ റോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. ഈ റോയുടെ വാല്യൂയെ മാറ്റം സംഭവിക്കും. നോക്കൂ, റോയുടെ വാല്യൂ മാറ്റുമ്പോൾ ആ കറുത്ത സ്പോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ റെസിസ്റ്റിവിറ്റി വർദ്ധിക്കുമ്പോൾ ആക്ച്വലി റെസിസ്റ്റൻസ് തന്നെയാണ് വർദ്ധിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ലെങ്ത് ആൻഡ് എ ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. നോ, ഡിഫോൾട്ടായിട്ട് ഉള്ള വാല്യൂ നിൽക്കട്ടെ. ഇത് പർട്ടിക്കുലർ കണ്ടക്ടർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലെങ്ത് വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. കാരണം റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അതെങ്ങനെയാണ് നമുക്ക് ഫിസിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുക നോക്കുക. ഞാൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലെങ്ത് മാക്സിമം ആക്കി വെച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ബ്ലാക്ക് സ്പോട്ടുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് സ്പോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്തോറും അതിൻ്റെ ഓപ്പോസിഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ചാർജിന് മൂവ് ചെയ്യാനുള്ള ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നതിനുള്ള പാത്തിൻ്റെ ലെങ്ത് വർദ്ധിച്ചു. പാത്തിൻ്റെ ലെങ്ത് വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ ഓപ്പോസിഷൻ്റെ അളവ് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ലെങ്ത് വർദ്ധിപ്പിക്കുന്നത് വർദ്ധിച്ചു, റെസിസ്റ്റൻസ് വർദ്ധിച്ചു. ഇത് നമുക്ക് ഡെയിലി ലൈഫ് സിറ്റുവേഷൻ ആലോചിക്കാം. നമ്മളൊരു ബസ്സിൽ നിറയെ ആളുകളുള്ള ഒരു ബസ്സിലൂടെ നമ്മൾ പിറകിലെ ഡോറിലൂടെ കയറി ഫ്രണ്ടിലെ ഡോറിലൂടെ ഇറങ്ങാമെന്ന് വിചാരിക്കും. നിറയെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ബസ്സാണ്. അപ്പോൾ ഒരു വ്യക്തി പിറകിലെ ഡോറിലൂടെ കയറിയിട്ട് ഫ്രണ്ടിലെ ഡോറിലൂടെ ഇറങ്ങുമ്പോൾ ആ ബസ്സിനുള്ളിലുള്ള ആളുകളായിട്ട് എത്രത്തോളം കൂട്ടിമുട്ടുന്നോ, എത്രത്തോളം കൊളൈഡ് ചെയ്യുന്നോ, അതാണ് റെസിസ്റ്റൻസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ബസ്സിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്തോറും ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ. സോ ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ബസ്സിലെ ആളുകളുടെ എണ്ണം ഫിക്സഡ് ആണെങ്കിൽ ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇനി ബസ്സിന് ലെങ്ത് വർദ്ധിച്ചു ആയിരിക്കും. അതേപോലെ തന്നെ സെയിം ബസ് ഒന്നും കൂടി നമ്മൾ അതേ സിമിലർ ആയിട്ടുള്ള എത്ര തന്നെ ആൾക്കാർ നിൽക്കുന്ന വേറെ ബസ് എടുത്തു. ഈ രണ്ട് ബസ്സുകളും നമ്മൾ 1 by 1 അടുത്തടുത്ത് വെച്ചു. ഇപ്പോൾ ഒരു ബസ്സിൻ്റെ പിറകിലെ ഡോറിലൂടെ കയറുന്ന വ്യക്തിക്ക് ആ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഡോറിലൂടെ ഇറങ്ങാതെ രണ്ടാമത്തെ ബസ്സിലൂടെയും കടന്ന് രണ്ടാമത്തെ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറിലൂടെയാണ് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഒരു ബസ്സിൻ്റെ പിറകിലെ ഡോറിലൂടെ കയറുന്ന വ്യക്തി ആ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഡോറിലൂടെ ഇറങ്ങാതെ മറ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഡോറിലൂടെയാണ് ഇറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാത്ത് ലെങ്ത് വർദ്ധിച്ചു. പാത്ത് ലെങ്ത് വർദ്ധിച്ചതോടുകൂടിയിട്ട് ബസ്സിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം, അദ്ദേഹം കൂട്ടിമുട്ടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. സോ എന്ത് വർദ്ധിച്ചു? റെസിസ്റ്റൻസ് വർദ്ധിച്ചു. അപ്പോൾ അതാണ് ഇവിടെ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ലെങ്ത് വർദ്ധിക്കുന്നതോറും എന്ത് വർദ്ധിച്ചു?
കൂട്ടിമുട്ടലുകളുടെ എണ്ണം തടസ്സം വർദ്ധിച്ചു. തടസ്സം വർദ്ധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ റെസിസ്റ്റൻസ് വർദ്ധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പർട്ടിക്കുലർ ലെങ്ത് തന്നെ എടുത്തു. ഇപ്പോൾ നമ്മളൊരു ബസ്സാണ് എക്സാമ്പിളായി പറഞ്ഞത്. ഒരു ബസ് തന്നെ എടുത്തു. ലെങ്ത് ഫിക്സ്ഡ് ആണ്. ഈ പർട്ടിക്കുലർ ലെങ്ത്തിൽ ബസ്സിൻ്റെ ഏരിയ വർദ്ധിച്ചു. അതായത് കണ്ടക്ടറിൻ്റെ ഏരിയ വർദ്ധിപ്പിക്കുകയാണ്. വിച്ച് മീൻസ് ബസ്സിൻ്റെ സൈഡ് വൈസ് ആയിട്ടുള്ള വിഡ്ത്ത് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ വിഡ്ത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് പിറകിലൂടെ ഡോറിലൂടെ കയറി ഫ്രണ്ടിലെ ഡോറിലൂടെ ഇറങ്ങുന്നതിന് ആവശ്യമായിട്ട് ആളുകളുടെ ആളുകളുടെ ശരീരം തട്ടിപ്പോവാതിരിക്കാൻ കുറച്ചും കൂടി ഒഴിഞ്ഞ സ്പേസ് ലഭിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും തടസ്സം അല്പം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. ഏരിയ വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ കറുത്ത കുത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബസ്സിൻ്റെ വീതി വർദ്ധിക്കുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ നിൽക്കാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു വ്യക്തിക്ക് ഒഴിഞ്ഞു മാറുന്നുള്ള സ്ഥലം ലഭിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയോ, ഏരിയ വർദ്ധിച്ചു. ഏരിയ വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കാം, ഏരിയ വർദ്ധിച്ചപ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഏരിയ റെസിസ്റ്റൻസ് കുറയാനുള്ള കാരണം എന്താണ്, ആ വ്യക്തിക്ക് തടസ്സങ്ങളില്ലാണ്ട് തടസ്സങ്ങൾ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു. മീൻസ് ഏരിയ വർദ്ധിപ്പിക്കുമ്പോൾ കറണ്ടിന് ഫ്ലോ ചെയ്യുന്നതിനുള്ള കൂടുതൽ സ്ഥലം ലഭിക്കുകയാണ്. കൊളീഷൻസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ തടസ്സമില്ലാണ്ട് കൂട്ടിമുട്ടലുകൾ ഇല്ലാണ്ട് ചാർജിന് ഫ്ലോ ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ലഭ്യമായി. അപ്പോൾ കണ്ടക്ടറിൻ്റെ ഏരിയ വർദ്ധിക്കും തോറും ചാർജിന് തടസ്സമില്ലാണ്ട് ഫ്ലോ ചെയ്യുന്നതിനുള്ള കൂടുതൽ സ്ഥലം ലഭിക്കുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് കുറയുന്നു. ഏരിയ കുറയും തോറും ചാർജിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിനുള്ള സ്ഥലം കുറയുന്നത് കൊണ്ട് റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. ലെങ്ത് വർദ്ധിക്കുമ്പോൾ ചാർജിന് അനുഭവപ്പെടുന്ന തടസ്സങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. ലെങ്ത് കുറയുമ്പോൾ ചാർജിന് അനുഭവപ്പെടുന്ന തടസ്സത്തിൻ്റെ എണ്ണം, അത് കൊളീഷന് ഉള്ള സാധ്യത എണ്ണം കുറയുന്നത് കൊണ്ട് റെസിസ്റ്റൻസ് കുറയുന്നു. മെറ്റീരിയൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മെറ്റീരിയലിനും ഓരോ പോലെ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓരോ കണ്ടക്ടറിനും ഓരോ പോലെയാണ്, ഓരോ മെറ്റീരിയലിനും ഓരോ പോലെയാണ്. കോപ്പറിൻ്റെ പോലെ ആയിരിക്കില്ല അയൺ. നമുക്കറിയാം കോപ്പറിൽ കറണ്ട് കടന്നു പോകുന്ന അത്ര തന്നെ നന്നായിട്ട് അയണിലൂടെ പോയില്ല. അതുകൊണ്ടുള്ള വീട്ടിലെ വയറിങ് നമ്മൾ കോപ്പർ വയർ ഉപയോഗിക്കുന്നത്. അയൺ വയർ ഉപയോഗിക്കുന്ന കാരണം എന്താണ്, അയണിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് കടന്നു പോയതിലാണ് കോപ്പറിലാണ്. അപ്പോൾ കറണ്ട് കൂടുതൽ കടന്നു പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് അയണിനെക്കാട്ടിലും കുറവായതുകൊണ്ടാണ് കോപ്പറിൽ കൂടുതൽ ചാർജ് ചെയ്യുന്നത് കടന്നു പോകുന്നതും കോപ്പറിൽ കൂടുതൽ കറണ്ട് കടന്നു പോകുന്നതും. സോ റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അയൺ. അതുകൊണ്ടാണല്ലോ കൂടുതൽ കറണ്ട് കോപ്പറിലൂടെ കടന്നു പോകുന്നത്. സോ നമ്മൾ റെസിസ്റ്റിവിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക റെസിസ്റ്റൻസ് കുറയുന്നു. ലെങ്ത്തും ഏരിയയും ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ ഒരേ ലെങ്ത്തും ഒരേ ഏരിയയുള്ള അയണും കോപ്പറും എടുക്കുകയാണെങ്കിൽ അയണിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി കുറവാണ്. അപ്പോൾ കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി കുറവായതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, കൂടുതൽ കറണ്ട് ഉണ്ടാവും. അയണിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുതലായതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് കറണ്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Now we will discuss about conductance and conductivity. What do you mean by conductance? കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടക്ടർ എത്രത്തോളം കറണ്ടിനെ കടത്തി വിടുന്നു അല്ലെങ്കിൽ കറണ്ടിനെ പെർമിറ്റ് ചെയ്യുന്നു, അതാണ് കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കണ്ടക്ടർ എത്രത്തോളം കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്കറിയാം റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഒരു ഓപ്പോസിറ്റ് ടേം പോലെയാണ് എന്ത് ചെയ്യണത്, കണ്ടക്ടൻസ് വരുന്നത്. നല്ലൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിന് കണ്ടക്ടൻസ് കൂടിയിരിക്കും, റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കും. ഇൻസുലേറ്റർ ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയിരിക്കും, കണ്ടക്ടൻസ് കുറഞ്ഞിരിക്കും. അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റായ ടേംസ് ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള വാക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ടാണ് എന്ത് ചെയ്യണത്. സോ കണ്ടക്ടൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ഇറ്റ് ഈസ് ഗിവൺ ബൈ C = 1/R. റെസിപ്രോക്കൽ വരുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുന്തോറും കണ്ടക്ടൻസ് കുറയുന്നു, റെസിസ്റ്റൻസ് കുറയും തോറും കണ്ടക്ടൻസ് കൂടുന്നു. ഇതിൻ്റെ യൂണിറ്റ് Ω⁻⁻1 ആണ്. കാരണം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്രോക്കൽ വരുമ്പോൾ Ω⁻�1. Ω⁻⁻1 വേണമെന്ന് ചെയ്യാൻ തിരിച്ചിങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ MHO. സോ MHO എന്നുള്ള യൂണിറ്റും കൂടി കൊടുക്കാറുണ്ട്. എൻ്റെ സിമ്പിളായിട്ട് നമുക്ക് Ω⁻⁻1 കൊടുക്കാം. പക്ഷേ മറ്റൊരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് സീമെൻസ്. സീമെൻസിൻ്റെ സിമ്പിൾ S ആണ്. നോ
വാട്ട് ഡു യു ബൈ കണ്ടക്ടിവിറ്റി? ആസ് യു ക്യാൻ ഗസ്, കണ്ടക്ടിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഓപ്പോസിറ്റ് ടേം ആയിരിക്കുന്നത് കണ്ടക്ടിവിറ്റി അല്ലേ? സോ കണ്ടക്ടിവിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഇറ്റ് ഈസ് ഗിവൺ ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. ഇസ് യൂണിറ്റ് ഈസ് ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ MHO മീറ്റർ റേസ് ടു -1. സീമെൻസ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ സീമെൻസ് മീറ്റർ റേസ് ടു -1. അപ്പോൾ ഇത്രയാണ് നമ്മൾ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. സോ ഓംസ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, റെസിസ്റ്റിവിറ്റിയുള്ള ടേം വന്നു. സോ അവിടെ നിന്ന് കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.